Okay, good evening students. ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് 3rd day ആണ്. അപ്പം ഇന്ന് നമ്മൾ 6:30ക്ക് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ 6:57 ആയിട്ടുണ്ട്. ക്ലാസ് ഡിലേ ആകാൻ കാരണം ഇന്ന് 2 സ്റ്റുഡൻസ് എക്സ്ട്രാ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അഡ്മിഷൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളുമായിട്ട് ഇച്ചിരി ഡിലേ ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം ലൈവിൽ വന്നിട്ടുള്ളവരെല്ലാവരും ഒന്ന് ഹായ് പറയുക. ഓക്കെ, ആർഷ പറഞ്ഞിട്ടുണ്ട്, രഞ്ജിത്ത് പറഞ്ഞിട്ടുണ്ട്, അഞ്ജു, ശ്യാമ, ബാക്കിയുള്ളവർ എല്ലാവരും പ്രസന്റ് പറയണേ. ഓക്കെ, സഞ്ജന. ഇന്ന് യമുന ആബ്സെൻ്റ് ആയിരുന്നു. ആബ്സെൻ്റ് ഇന്നാണ് പറഞ്ഞത്, ലീവ് ഇന്നായിരുന്നു പറഞ്ഞത്. ഞാൻ ഇന്നലെയാണെന്നാണ് വിചാരിച്ചത്. ഇന്ന് ആണ്. ഓക്കെ, വരുൺ. ഓക്കെ, ബാക്കിയുള്ളവർ ഇന്ന് പുതിയ സ്റ്റുഡൻസ്. ഓക്കെ, ഹേമന്ത് വന്നിട്ടുണ്ട്. പുതിയ സ്റ്റുഡൻ്റ് ആണ് ഹേമന്ത്. ഒരാളും കൂടി. പിന്നെ കാവ്യ വന്നില്ല. കാവ്യയെ കണ്ടില്ലല്ലോ. ഇന്ന് പുതിയ സ്റ്റുഡൻ്റ് ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. ഇർഫാൻ അല്ലേ, മുഹമ്മദ് ഇർഫാൻ. അപ്പം നമ്മളിന്ന് മാത്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ബാക്കിയുള്ളവർ ഇവിടുന്ന് കാവ്യ കണ്ടില്ലല്ലോ. അഖിലും അപ്പോൾ ഇന്ന് പുതിയ 2 സ്റ്റുഡൻസ് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുകയാണ്. നമ്മുടെ ലൈവ് ക്ലാസ് ഉണ്ട്. ഈ ലൈവ് ക്ലാസ് എന്നുള്ള ഈ സെക്ഷനകത്ത് എല്ലാവരും വന്നിട്ടുണ്ടോ? അഖിലിനെയും കാവ്യയും കണ്ടില്ല. പിന്നെ അപ്പോൾ നോക്കിക്കോ, ഇർഫാൻ ലൈവിൽ വന്നോ? ലൈവിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ലൈവിൽ വന്നിട്ടുണ്ട്. അപ്പം അത് കമൻറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ ഇത് നമ്മുടെ സ്ക്രീനാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ വീഡിയോസ് റൺ ആകുന്നത്. ഇവിടെയാണ് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പം ഇതിനകത്ത് താഴെ ടു സീ ക്വസ്റ്റ്യൻസ് ഓർ ഫിഗേഴ്സ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് അത് സമാധാനമായിട്ട് എഴുതിയെടുക്കാനൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് ഡിസ്പ്ലേ ആകും. അതിൽ തിരിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും. ഓക്കെ, 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 2 നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ തിരിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കോളും. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആ സ്ക്രീൻ ബാക്ക് ആകാൻ വേണ്ടിയിട്ട് അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ കമൻറ്റ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പം ഹായ് അടിച്ചു. ഓക്കെ, ഹായ് അടിച്ചിട്ട് നിങ്ങൾ കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമൻറ്റ് പൊക്കോളും. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ക്രീൻ നിങ്ങൾക്ക് ഇവിടെ സൗണ്ട് ഉണ്ട്. സൗണ്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഡബിൾ ആരോ ഉണ്ടല്ലോ, നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നത്. ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ റൊട്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്യുക. ഫോണിൽ റൊട്ടേഷൻ ആക്റ്റീവ് ആക്കി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഫോൺ റൊട്ടേറ്റ് ആകും. കണ്ടോ, വീഡിയോ റൊട്ടേറ്റ് ആകും. ഇങ്ങനെ റൊട്ടേഷനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് ഓക്കെ ഇതിൽ ഇപ്പം ഇങ്ങനെ റൊട്ടേഷനിൽ ഇട്ടിട്ട് ഇവിടെ ഞാൻ ഈ ബ്ലൂ ഉണ്ട്, ഈ 2 ആരോസ് ഉണ്ടല്ലോ, മാക്സിമൈസ് ചെയ്യുന്ന ആരോസ്, അതിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേണ്ടേ ക്ലിക്ക് ചെയ്തു. അപ്പം മുകളിലോട്ട് എനിക്കിങ്ങനെ കാണാം. അപ്പം നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ നിങ്ങളിപ്പോൾ ഫോൺ ഇങ്ങനെ ടേബിളിൽ ചാരി വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് വെച്ചിട്ട് കാണാൻ പറ്റും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം.
ഒന്നുകൂടി കാണിക്കാം. ഇത് സ്ക്രീന് ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഫുൾ സ്ക്രീൻ ആക്കി. ആ ഡബിൾ ആരോ മാക്സിമൈസ് ചെയ്യുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി. എന്നിട്ട് ഫോണിൽ റൊട്ടേഷൻ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫുൾ സ്ക്രീനിൽ റൊട്ടേഷനിലിട്ട് ഇത് കാണാം. റൊട്ടേഷനിലിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ ആ മാക്സിമൈസ് ചെയ്യുന്ന ആരോ ഇല്ലേ, സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന സ്ക്രീൻ മാക്സിമൈസ് ചെയ്യുന്ന ആരോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ബ്ലൂ ഷെയ്ഡ് വരുമല്ലോ. അപ്പം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. അപ്പോൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫോൺ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കമൻറ്റ്സ് എടുക്കാം, കമൻറ്റ്സ് അയക്കാം. അതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാം. കണ്ടോ, ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. കണ്ടോ, ഇതേ രീതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കാണാൻ പറ്റും. അപ്പോൾ വീഡിയോസ് കാണുന്ന സമയത്ത് മുകളിലോട്ട് പോയാൽ മതി. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇതേ രീതിയിൽ തന്നെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ഒന്ന് വിളിച്ചു തരാം അഖിലിനെ. ഓക്കെ, അപ്പം ബാക്കി ആരൊക്കെയാണ് ലൈവിൽ വന്നിട്ടുള്ളത്? അപ്പം അഖിൽ, കാവ്യ ഒന്നും കണ്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം, ഇന്ന് ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് സ്ക്രീൻഷോട്ട് സ്കോർ എല്ലാവരും അയച്ചിട്ടില്ലല്ലോ. എല്ലാവരും അയച്ചിട്ടില്ലായിരുന്നു സ്കോർ. ആർഷ എന്തായിരുന്നു സ്കോർ അയക്കാഞ്ഞത്? ആർഷയ്ക്ക് ഇന്ന് നെറ്റൊക്കെ ഓക്കെ ആണല്ലോ. ഓക്കെ, കാവ്യയുടെ സ്കോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. രഞ്ജിത്തിൻ്റെ സ്കോർ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സഞ്ജനയുടെ, ശ്യാമയുടെയും വരുണിൻ്റെയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവർ അഖിൽ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, കാവ്യ പ്രസൻ്റ് ആണ്. ഓക്കെ, അഖിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ന് ആർഷ അഖിൽ, നിങ്ങളിന്ന് ആർഷ അഖിൽ പിന്നെ ആരാ, വരുണോ, അഞ്ജു. ഓക്കെ, ആർഷ അഖിൽ അഞ്ജു ഇത്രയും പേര് ഇന്നത്തെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ടെസ്റ്റ് പേപ്പർ ഇട്ടില്ലായിരുന്നു ഇന്നലെ പഠിപ്പിച്ചതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ പുതിയ സ്റ്റുഡൻസ് ഹേമന്ത്, പിന്നെ ഇർഫാൻ അല്ലേ, ഇർഫാൻ. ഓക്കെ, ഹേമന്തിനോടും ഇർഫാനോടും പറയാണ്, ഓരോ ദിവസവും നമ്മൾ ക്ലാസ് എടുക്കുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേയിൽ ഒരു 5 ക്വസ്റ്റ്യൻ, മിനിമം 5 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. അപ്പോൾ അത് നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ഈ ആപ്പിനകത്ത് തന്നെ എക്സാം എന്ന് പറയുന്ന, ടീച്ചർ എക്സാമിൻ്റെ കാര്യം അറിയില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു ക്ലാസ് ടൈം ഇല്ല ക്ലാസ് ടൈമിലാണ് എക്സാം എന്ന്. ഓക്കെ, അല്ല, അപ്പം എല്ലാ ദിവസവും നിങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ ഇടയ്ക്ക് ആപ്പിൽ കയറിയിട്ടൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആപ്പിൽ കയറി നോക്കിയിട്ട് എക്സാം എന്നുള്ള സെഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് എക്സാം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മെസ്സേജ് ഇട്ടിട്ടില്ലായിരുന്നു എന്നേ ഉള്ളൂ, പക്ഷേ എക്സാം അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മുടെ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും ആയിരുന്നു ഇന്നലെ നമ്മൾ എടുത്തത്. രണ്ടിനകത്തുനിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം ഇന്നലെ ഉണ്ടായിരുന്നു. ആർഷ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടില്ല, അതാ ഞാൻ എക്സാം ഈവനിങ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. അപ്പം അടുത്ത ദിവസങ്ങളിൽ നിങ്ങളതൊന്ന് കെയർഫുൾ ആകുക. അപ്പോൾ ഇന്നലത്തെ എക്സാമിന് അഖിൽ സമയം കിട്ടിയില്ലായിരുന്നു. ഓക്കെ, ഇനി മിസ്സാവില്ല. ഓക്കെ അഖിൽ, കുഴപ്പമില്ല. അടുത്ത അഞ്ജു പറയുന്ന, അഞ്ജു ഇതുപോലെ തന്നെ ആർഷയുടെ സെയിം ഇതാണ് പറയുന്നത്, എക്സാം ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. പിന്നെ ഇന്ന് മാത്സ് എടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം മാത്സിൻ്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല. പിന്നെ ഇന്നത്തെ എക്സാമിനകത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്തത് രഞ്ജിത്ത് സ്കോർ ചെയ്തിട്ടുണ്ട്. സഞ്ജന, ശ്യാമ, കാവ്യ, വരുണ് എല്ലാവരും എനിക്കൊന്ന് അറ്റൻഡ് ചെയ്ത് എല്ലാവരും ഹിസ്റ്ററിക്കകത്ത് എല്ലാവരും ഫുള്ള് സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനകത്താണെങ്കിൽ 2 പേരൊഴിച്ച് ബാക്കി രഞ്ജിത്തും ശ്യാമയും വരുണും ഫുള്ള് സ്കോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ ഇനി മുന്നോട്ടുള്ള എക്സാംസിന് അതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് മാത്സ് ആണ്. സബ്ജക്റ്റ് മാത്സ് ആണ്. മാത്സിനകത്ത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ
ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ഡെമോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഫുൾ ക്ലാസ് ആണെന്ന് ചിന്തിക്കരുത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നിങ്ങൾക്ക് ഫീസ് അടച്ചിട്ട് 3 days നോക്കാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ 20th ജോയിൻ ചെയ്തവരുടെ 3rd ഡേ ആണിന്ന്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് മാത്സ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ക്ലാസ്സാണ്. ഈ ചാപ്റ്ററിലെ ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒറ്റ ക്ലാസ്സിലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, 2, 3, 4 ക്ലാസ്സുകളൊക്കെ ഓരോ ചാപ്റ്റേഴ്സിനും വേണ്ടി വരും. അപ്പം ഇത് ഫുൾ സിലബസ് തീരത്തില്ല ഇന്ന് റേഷ്യോയുടെ, കാരണം 2-3 ക്ലാസ് വേണ്ടി വരും, മിനിമം ഒരു 3 classes എങ്കിലും വേണ്ടി വരും. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്താണെന്നും എങ്ങനെ നിങ്ങൾക്കത് ഞാൻ മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡിങ് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡെമോ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇന്ന് പുതിയതായിട്ട് 2 സ്റ്റുഡൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് ഫീസ് അടയ്ക്കാൻ പറ്റാതെ വെയിറ്റിങ്ങിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർ നാളെയൊക്കെ ഫീസ് അടയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരിനി മൺഡേയിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. അപ്പോൾ എനിക്ക് പുതിയതായിട്ട് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇനി മൺഡേ തൊട്ട് നമ്മൾ എടുക്കുന്ന ക്ലാസ്സസ് ആകുമ്പോൾ അത് റെഗുലർ ക്ലാസ് ആയിട്ട് അങ്ങ് പോകുമായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഡെമോ ആയിട്ട് വെക്കത്തില്ല, ഓർഡറിലായിരിക്കും പോകുന്നത്. അപ്പം ഇന്ന് 3 days കംപ്ലീറ്റ് ആകുന്ന സ്റ്റുഡൻസിന് അത് വേണമെങ്കിൽ ആ മൺഡേ തൊട്ട് നിങ്ങളുടെ റെഗുലർ ക്ലാസ് ആയിട്ട് തന്നെ അത് കൺസിഡർ ചെയ്യാം. ഇതുവരെ എടുത്ത എല്ലാവരും ഡെമോ ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. എല്ലാ പോർഷൻസും ഒന്നും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പം ഞാൻ തുടക്കത്തിൽ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ബോർഡിൽ എഴുതി ചെയ്യാം. അതുമായിട്ട് ഓക്കെ 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 അപ്പം ഞാൻ മെസ്സേജ് വായിക്കാം. ആർഷ ചോദിക്കുന്നു, ടീച്ചർ ഇനി ക്ലാസ് കഴിഞ്ഞ് എക്സാം ചെയ്താൽ മതിയോ? ഓക്കെ, നിങ്ങൾക്ക് ആപ്പിനകത്ത് എക്സാം എന്നുള്ളതിനകത്ത് നിങ്ങളുടെ എക്സാംസ് അവൈലബിൾ ആയിരിക്കും. അപ്പം ആ എക്സാംസ് ഇപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റാഞ്ഞവർ റീസണിങ്ങിൻ്റെ ഉണ്ടായിരുന്നു, GK ഹിസ്റ്ററിയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എക്സാംസ് ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ പറ്റാഞ്ഞവർ നെക്സ്റ്റ് ഡേയിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈവനിങ്ങിലോ നിങ്ങളുടെ സമയം പോലെ ചെയ്യുക. നിങ്ങളപ്പോൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സ്കോർ എത്രയാണെന്നുള്ളത് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം, വാട്സപ്പ് ചെയ്ത് തരണം. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ വാട്സപ്പ് ചെയ്തോ തരണം. അത് റിസൾട്ട് തരേണ്ട നമ്പർ ഞാൻ വീണ്ടും പറയാണ്. നിങ്ങൾ ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്ത ചിലർ ഈ നമ്പറിലേ അയക്കാവുള്ളേ, 8075932332. ഓക്കെ, ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യണം കേട്ടോ. റിസൾട്ട് എല്ലാവരും വാട്സപ്പ് ചെയ്യേണ്ടത് ഈ നമ്പറിലാണ്. സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അയയ്ക്കുക. ഓക്കെ, അപ്പം അതിനകത്ത് ഉടായ്പൊന്നും കാണിക്കാനായിട്ട് ട്രൈ ചെയ്യേണ്ട. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ റിസൾട്ട് എടുത്ത് സൈറ്റിൽ നോക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നിങ്ങളുടെ റിസൾട്ടും എല്ലാം നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള റിസൾട്ട് നമുക്ക് അയച്ചു തന്നാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. മാർക്ക് കുറഞ്ഞാലും 0 വന്നാലും നെഗറ്റീവ് മാർക്കിങ് ചിലർക്ക് ഇപ്പം ഫസ്റ്റ് ടൈമൊക്കെ എക്സാം എഴുതുമ്പോൾ 0യേക്കാളും താഴെ, അതായത് നെഗറ്റീവ് മാർക്സ് കിട്ടാറുണ്ട്. അതൊന്നും ഒരു വിഷയമില്ല, നമ്മൾ തുടക്കമല്ലേ. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ എക്സാം ഒരുപോലെ ഇരിക്കണമെന്നില്ല. നിങ്ങളത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്കോറിനകത്ത് ഡൗട്ട് തോന്നിയാൽ നമ്മളത് ചെക്ക് ചെയ്യും. നിങ്ങളുടെ സ്കോർസ് നിങ്ങൾ അയച്ചതൊക്കെ കറക്റ്റ് ആണോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുമിടുന്നത്. അപ്പം അത്രയും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. റിസൾട്ട് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇനി പുതിയ സ്റ്റുഡൻസ് ജോയിൻ ചെയ്തവർക്കും കൂടിയാണ് ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പം ഒരു പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. ഇപ്പം മാത്സ് റീസണിങ് ഒക്കെ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇപ്പം ഇന്നലെ തന്നെ റീസണിങ്ങിൻ്റെ 15 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 4-5 ക്വസ്റ്റ്യൻസ് ഒക്കെ വരെ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീണ്ടും അത് എടുത്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പിന്നെ തരാം. അപ്പം നമുക്കിനി ക്ലാസ്സിലേക്ക് പോകാം. അധികം സംസാരിക്കുന്നില്ല, ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എല്ലാവരും കമൻറ്റ്സ് അയക്കണം. കമൻറ്റ് അയക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഈ ആപ്പിനകത്തോടെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹേമന്ത്, പിന്നെ ഇർഫാൻ എന്നാണെന്ന് തോന്നുന്നു സാർ പേര് പറഞ്ഞത്. അപ്പം നിങ്ങൾ അതിനകത്ത് ഹേമന്തിൻ്റെ കമൻറ്റ് വന്നിരുന്നു, ഇർഫാൻ്റെ കമൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇർഫാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. മെസ്സേജ് അല്ല, കമൻറ്റ് ചെയ്യണേ. അതല്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക.
ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്ററിനകത്തേക്ക് പോകാം. ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. നമ്പർ എല്ലാവരും നോട്ട് ചെയ്തല്ലോ. റിസൾട്ടൊക്കെ അയക്കേണ്ടത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ ഈ നമ്പർ യൂസ് ചെയ്താൽ മതി. ഇപ്പം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പം ഏതെങ്കിലും ഒരു രണ്ട് വാല്യൂസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലോട്ട് അതിന് റെഡ്യൂസ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ്, അതായത് അങ്ങനെ കിട്ടുന്ന വാല്യൂവിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പം രണ്ട് വാല്യൂസ് ഞാൻ പറയാം, 20, 25. ഓക്കെ, 20, 25 20, 25 രണ്ട് നമ്പേഴ്സാണ്. ഓക്കെ, ഈ നമ്പേഴ്സിൻ്റെ റേഷ്യോ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ ഞാൻ എടുക്കാം. അപ്പോൾ റേഷ്യോ ഡിനോട്ട് ചെയ്യുന്ന ഈ രണ്ട് ഡോട്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇത് ഇപ്പം റേഷ്യോ ഫോമിൽ നമ്മൾ എഴുതിയേക്കുവാണ്. പക്ഷേ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ രണ്ടിനെയും ഈക്വൽ ആയിട്ട് ഏതെങ്കിലും ഡിജിറ്റ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് എത്രയും ഇതിനെ മിനിമൈസ് ചെയ്യാവോ, അതായത് എത്രയും ഇതിനെ ചെറുതാക്കാവോ ആ വാല്യൂവിനെയാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ അത്യാവശ്യം ബേസിക് കാൽക്കുലേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്കറിയാം ഈ രണ്ട് വാല്യൂസിനെയും ഏതൊരു കോമൺ ഡിജിറ്റ് വെച്ചിട്ട് രണ്ടിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏത് കോമൺ ഡിജിറ്റാണ് ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കോമൺ ഡിജിറ്റ് പറയാമോ? ഏതാ ഡിജിറ്റ്? 5 വെച്ച് 20യെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് റിമൈൻഡർ ഇല്ലാതെ ഡിവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ റിമൈൻഡർ ഇല്ലാതെ 5 വെച്ചിട്ട് 20യെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 25നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ വരുമ്പോൾ 5 4s are 20 ആണ് വരുന്നത്. 5 4s are 20. ഓക്കെ, 5 4s are 20. ഇവിടെ വരുമ്പോഴോ 5 5s are 25. അപ്പം ഈ 20 25 എന്നുള്ള രണ്ട് ഡിജിറ്റ്സിനെ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാക്കിയതാണ് 4ഉം 5ഉം. അപ്പോൾ 4:5 എന്ന് പറയുന്ന റേഷ്യോ. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു റേഷ്യോ ഇതാണ് കേട്ടോ, ഇതാണ് റേഷ്യോ. അതായത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ രണ്ട് വാല്യൂസിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് റേഷ്യോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റേഷ്യോയുടെ കാര്യം പറയാനാണെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് റേഷ്യോ. ഓക്കെ, ഈ റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ SSC CGLൻ്റെ പ്രിലിംസ് എഴുതുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ 1 or 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണഗതിയിൽ, കാരണം നമുക്ക് 25 ക്വസ്റ്റ്യൻസ് ആണല്ലോ വരുന്നത്. അപ്പം 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടോട്ടൽ പ്രിലിംസിനകത്തുള്ളത്. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 25-ലധികം ടോപ്പിക്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, 30 ടോപ്പിക്സ് നമുക്ക് മാത്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യൻസ് വരുന്നത് ചിലപ്പം അതിനകത്തു നിന്നൊക്കെ എന്താ പറയുക ഷഫിൾ ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റേഷ്യോയ്ക്കകത്തൊന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നില്ല എന്ന് വിരിക്കും, ചിലപ്പോൾ 1 or 2 ക്വസ്റ്റ്യൻ വന്നെന്ന് വിരിക്കും. അത് പറയാൻ പറ്റില്ല നമുക്കൊന്നും. പക്ഷെ എന്നിരുന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് റേഷ്യോ. അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ നമുക്ക് മെയിൻസിൻ്റെ എക്സാമിനാണ് 100 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് CGLൻ്റെ ടയർ 2-നകത്ത് 100 ക്വസ്റ്റ്യൻ ആണ് മാത്സിനകത്തുനിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എബവ് 30ക്ക് മുകളിലുള്ള ടോപ്പിക്സ് ഉണ്ട്. ഓരോ ടോപ്പിക്സിൽ നിന്നും ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ വീതം വരുന്നുണ്ട്. മിക്കവാറും എല്ലാ ടോപ്പിക്സിൽ നിന്നും ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് വരാറുണ്ട്. അപ്പം റേഷ്യോയ്ക്കകത്തുനിന്നും തീർച്ചയായിട്ടും 4 5 6 ഒക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മെയിൻസിനകത്ത്. അപ്പോൾ അതുകൊണ്ട് റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം പറയുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് കൂടാതെ ഈ റേഷ്യോയുടെ ആപ്ലിക്കേഷൻ മറ്റു ചില ചാപ്റ്റേഴ്സിൽ വരാറുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ ചാപ്റ്റേഴ്സിലും റേഷ്യോയുടെ ഒരു ആപ്ലിക്കേഷൻ വരാറുണ്ട്. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. മിക്സ്ചർ ആൻഡ് അലിഗേഷൻ. ഓക്കെ, മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ റേഷ്യോയുടെ യൂസ് വരുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ഈ പറയുന്നിട്ട് റേഷ്യോയുടെ യൂസ് വരുന്നുണ്ട്. പിന്നെ ആവറേജ് എന്ന് പറയുന്നിട്ട് ആവറേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് റേഷ്യോ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റേഷ്യോയുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഏജ് പ്രോബ്ലം.
പിന്നെ അതുപോലെ തന്നെ എന്താ ടൈം ആൻഡ് വർക്കിനകത്താണെങ്കിലും മറ്റേ മെൻസുറേഷനകത്ത് ചിലപ്പോൾ 2D 3Dക്കകത്തൊക്കെ ഇങ്ങനെ റേഷ്യോസിന് ചോദിക്കുന്നുണ്ട്. റേഷ്യോസിൻ്റെ ഒരു ചെറിയതായിട്ടൊക്കെ അതിനകത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റേഷ്യോ എന്താണെന്ന് നിങ്ങൾ അതുകൊണ്ട് റേഷ്യോ എങ്ങനെ കാണുന്നതെന്ന് അത്യാവശ്യം ബേസിക്കായിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാവ്യ മുഹമ്മദ് ഇർഫാൻ, ഓക്കെ. അപ്പം നമുക്ക് റേഷ്യോയുടെ ആദ്യം ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്. അതായത് എന്താ പറയുക, സിമ്പിളായിട്ട് നമുക്ക് തോന്നുന്ന കുറേ ക്വസ്റ്റ്യൻസ്. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സാധാ ക്വസ്റ്റ്യനായിട്ട് തോന്നും, കണ്ടു കഴിഞ്ഞാൽ സാധാ ക്വസ്റ്റ്യനായിട്ട് തോന്നും. പക്ഷേ നിങ്ങളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എക്സാമിന് പോയിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അതുപോലെ നിങ്ങളോട് ഞാൻ പറയാനുള്ളത്, ചില സ്റ്റുഡൻസിന് മാത്സ് ചിലപ്പം പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് തോന്നും, അയ്യോ ഇത്രയേ ഉള്ളല്ലോ കാര്യമെന്ന് ചിന്തിക്കും. പിന്നെ മാത്സ് ഒരിക്കലും വായിച്ച് പഠിക്കരുത്, ചെയ്ത് തന്നെ ശീലിക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും മിനിമം ടൈമിൽ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ ചെയ്ത് ശീലിക്കണം. നിങ്ങളോട് പറയാനാണെങ്കിൽ മാത്സിനകത്ത് CGL പ്രിലിംസ് ആണെങ്കിലും മെയിൻസിനാണെങ്കിലും 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യത്തില്ലേ, ആ 25 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പ്രിലിംസിനകത്ത് നമുക്ക് 15 മിനിറ്റ്സ് ആണ് അലോട്ടഡ് ആയിട്ടുള്ളത്. ഓക്കെ, 15 മിനിറ്റ്സ്, അത് 15 to 20 മിനിറ്റ്സേ നമുക്ക് സമയമുള്ളൂ. പക്ഷേ മെയിൻസിനകത്തോട്ട് പോകുമ്പോഴത്തേക്കിനും 100 ക്വസ്റ്റ്യൻസ് ആണ്, ടൈമുണ്ട് 2 hour. പക്ഷേ ക്വസ്റ്റ്യൻ ലെങ്തി ആയിരിക്കും, നിങ്ങൾക്ക് നന്നായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നിങ്ങൾ ഇപ്പം ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പഠിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചെയ്യാനായിട്ട് 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ്, 40 സെക്കൻഡ്സ് ഒക്കെയാണ് എടുത്ത് ചെയ്ത് ശീലിക്കണം. അങ്ങനെ ചെയ്ത് 10 സെക്കൻഡ്സ് മുതൽ 40 സെക്കൻഡ്സ് വരെ ടൈം എടുത്തിട്ടാണ് ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. അതിൻ്റെ ടഫ്നെസ് അനുസരിച്ച് ഇതിനകത്ത് വേരിയേഷൻ വരും. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് പറയും, ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഓൺലൈൻ ആണല്ലോ എക്സാംസ് വരുന്നത്, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് പ്രാക്ടീസ് പേപ്പർ എന്തെങ്കിലും വാങ്ങിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിലും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ പെന്നും പേപ്പറും യൂസ് ചെയ്യാതെ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ എടുക്കാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണും മുന്നോട്ട്. അപ്പം ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഇത് നിങ്ങൾക്ക് വേണം, നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇത് പെന്നും പേപ്പറും ഇല്ലാതെ ചെയ്യാൻ പറ്റും എന്ന് ഒരു ഫാക്കൽറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് സിമ്പിളാണ്, പക്ഷേ ഇത് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാനും കൺഫ്യൂഷൻ ആകാനും തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം സ്ക്രീനിൽ ഇല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം. എല്ലാവർക്കും ക്ലിയർ ആവുകയാണെങ്കിൽ ക്ലിയർ ആയി എന്ന് പറയണം, എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാൻ പറ്റുള്ളൂ. ഇനി ഇൻ കേസ് ആരുടെയും റിപ്ലൈ വരുന്നതിന് മുന്നേ ഞാൻ ഫോർവേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പറയണം, ക്വസ്റ്റ്യൻ നമ്പർ 1 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 എനിക്ക് ക്ലിയർ ചെയ്യണോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, ചെയ്യാം. ഓക്കെ, സ്പീഡാണെങ്കിൽ പറയണം. ഓക്കെ, സ്പീഡാണെങ്കിൽ പറയണം. ക്ലാസ് എടുക്കുന്ന സമയത്ത്, പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് സ്പീഡാണെങ്കിൽ പറയാം. അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, A:B തന്നിരിക്കുകയാണ് 5:3. ഓക്കെ, A:B 5:3 എന്ന് തരുന്നു. എന്നിട്ട് നമുക്ക് തരുന്നു B:Cയുടെ വാല്യൂ തരുന്നു 2:5. ഓക്കെ, ഓക്കെ. ഇപ്പം ഒരു കാര്യം കൂടി ഒന്ന് പറയാം. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈം ആണല്ലോ മാത്സ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് താഴെ നിങ്ങൾക്ക് കാണാം. ഒരു 10-21 ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. അതിനകത്ത് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ് ഞാൻ, ക്വസ്റ്റ്യൻ നമ്പർ 18 എടുക്കുമ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ വന്നു. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് നിങ്ങൾക്ക് എന്നാലും വായിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇനി ഇത് ഒന്നും കൂടി ഫുൾ സ്ക്രീനിൽ കാണുമെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിച്ചാൽ മതിയല്ലോ. ബാക്ക്, പിന്നെ മുകളിൽ ക്ലോസ് ബട്ടൺ. ഓക്കെ, ഓക്കെ. അപ്പം ഇത് ഫുൾ സ്ക്രീനിൽ കണ്ടു, നിങ്ങൾക്ക് റൊട്ടേഷനിലിട്ടും കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ബാക്ക് അടിക്കേണ്ട, നിങ്ങളിത് ഇവിടെ ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. ഓക്കെ, ക്ലോസ് ബട്ടണിൽ കയറിയാൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ക്ലാസ് കാണാം. ക്ലിയർ ആയോ?
ഒന്നുകൂടി കാണിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്പർ 14 എടുത്തു. അപ്പം ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ഡിസ്പ്ലേ ആയത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കത് വലുതായിട്ട് കാണാം. പിന്നെ ഇത് ഇങ്ങനെ അല്ലേ ഓക്കെ, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, നന്നായിട്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലോസ് ബട്ടണിൽ പ്രസ് ചെയ്താൽ അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ അത്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഫസ്റ്റ് ഞാൻ ചെയ്യിപ്പിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഹോംവർക്ക് തരാം. ആ ഒരു 21 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അതിനകത്ത് ഞാൻ ചെയ്യിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരാൻ പോവാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ പറഞ്ഞു A:B ഈക്വൽസ് എത്ര വരും? 5:3 തന്നിരിക്കുകയാണ്. ഇത് നമുക്ക് തന്നിരിക്കുകയാണ് ഈ വാല്യൂസ്. എന്നിട്ട് പറയുന്നു B:C എന്ന് പറയുന്നത് 2:5 എന്ന് തന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് A:C വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽസും എന്തെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കാണുമ്പം എന്തെങ്കിലുമൊക്കെ ട്രിക്സൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ആരെങ്കിലും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഏറ്റവും ബെസ്റ്റ് ട്രിക്സ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സാറിൻ്റെ ഗൈഡൻസിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ട്രിക്സ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിക്കുന്നത്? A:C ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഒരു മെനക്കേടൊന്നുമില്ല. ഓക്കെ, ഇവിടെ ഈക്വൽ ഇടുവാണേ. അപ്പം A എന്ന് പറയുന്നത് ഈ A:B B:C, ഈ A എന്ന് പറയുന്നത് ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് വാല്യൂ ആണല്ലോ. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ് A. അതുപോലെ ലാസ്റ്റ് വാല്യൂ ആണ് എന്ത്? C എന്ന് പറയുന്നത്. ലാസ്റ്റ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? C എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് വാല്യൂവും ലാസ്റ്റ് വാല്യൂവും ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്താ ചെയ്യാം? ഈ ഫസ്റ്റ് 2 ഡിജിറ്റ്സ് ഉണ്ടല്ലോ. ഓക്കെ, ഈ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2 ഡിജിറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യണം നിങ്ങൾ? ഈ 2 ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം അതിൻ്റെ ആൻസർ ഏതാണ്? അതാണ് A. അപ്പം 5 × 2 എന്ത് വരും? 5 × 2 10. ഓക്കെ, അതുപോലെ ലാസ്റ്റ് വാല്യൂ C ആണല്ലോ. അപ്പം അത് വരുന്നത് ഏത് റോയിലാണ് അത് വരുന്നത്? ആ റോയിലേക്ക്, റോ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ഈ കോളമാണ്. കോളം വരച്ചിട്ടില്ലല്ലോ. അപ്പം അത് ഏത് നിരയിലാണോ വരുന്നത് അത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. അതായത് A എന്ന ഫസ്റ്റ് വാല്യൂ വരുന്നതെല്ലാം കൂടി കോമൺ ആയിട്ട്, ഇപ്പം ചിലപ്പം 2 3 റേഷ്യോസ് വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വാല്യൂ വരുന്നതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഫസ്റ്റിൻ്റെ വാല്യൂ കിട്ടും. ഇനി സെക്കൻഡിൽ വരുന്നതെല്ലാം കൂടി മൾട്ടിപ്ലൈ ലാസ്റ്റ് വാല്യൂ വരുന്നതെല്ലാം കൂടി നേരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3 × 5 എത്ര വരും? 15. ഓക്കെ, അപ്പം A:C എന്ന് പറഞ്ഞാൽ 10:15 എന്ന് നമുക്ക് കിട്ടി. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞു റേഷ്യോ എന്ന് പറഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോം ആണെന്ന് പറഞ്ഞു. റേഷ്യോ എന്താണ്? സിംപ്ലസ്റ്റ് ഫോം ആണ്. അപ്പം നിങ്ങൾ നോക്കിയോ, 10നെയും 15നെയും ഇനിയും നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇനി കുറച്ചും കൂടി മിനിമം ആക്കാൻ പറ്റുമല്ലോ. അപ്പോൾ എങ്ങനെ വരും? ഇവിടെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാം, ഇവിടെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ വാല്യൂ എത്ര വരും? 2:3. ക്ലിയർ ആയോ? 2:3 എന്ന് വരും. ഓക്കെ ആണോ? എയുടെയും സിയുടെയും വാല്യൂ ക്ലിയർ ആണോ? കമൻസ് പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. സിമ്പിൾ കാര്യമാണ്, പക്ഷേ നമ്മൾ ചെയ്യാതിരുന്നാൽ ചിലപ്പം വിട്ടുപോകും. ഓക്കെ, ഇത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. PSCയിൽ പോലും ചോദിക്കുന്ന ടൈപ്പൊക്കെയാണിത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് പറയാം കേട്ടോ, ഓക്കെ ആണെന്ന് പറയാം. മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. അടുത്ത ഇതിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. A:B:C ഇതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. A:B:C. ആർഷ രഞ്ജിത്തിൻ്റെ വന്ന്. ബാക്കി ആരുടെയും കമൻറ്റ് വരുന്നില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം. അഡ്വാൻസ് മാത്സ് ഉണ്ട്. അഡ്വാൻസ് മാത്സിനകത്ത് ഇത് നമ്മുടെ അരിത്തമാറ്റിക് ആണ്. ഓക്കെ, ശ്യാമ ഓക്കെ പറഞ്ഞു. പിന്നെ ഇർഫാൻ ലോജിക്ക് മനസ്സിലായില്ല. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. ഏതാണ്? ക്ലിയർ ആയിട്ടില്ല അല്ലേ? അഖിൽ പറയുന്നു ഗുഡ് ട്രിക്ക്. ഓക്കെ, ഇർഫാന് മാത്രം മനസ്സിലായിട്ടില്ല. അപ്പം ഇതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രിക്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഈസിലി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിക്സ് യൂസ് ചെയ്യണം. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് നമ്മൾ
ഈസിലി മിനിമം ടൈം കൊണ്ടാണ് നമ്മൾ മാത്സിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മളോട് ചോദിക്കുകയാണ് A:B എന്ന് പറയുന്നത് 5:3 ആണെന്ന് പറയുന്നു, B:C എന്ന് പറയുന്നത് 2:5 ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഈ വാല്യൂസ് തന്നിട്ട് നമ്മളോട് പറയാണ് ഇങ്ങനെയാണെങ്കിൽ A:C എങ്ങനെ വരും എന്ന് ചോദിക്കുന്നു. ഓക്കെ, A:C എങ്ങനെ വരും എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഇപ്പം നോക്കുക, ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ചിലർ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ നിങ്ങൾ കഴിവതും ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഒരു സിംഗിൾ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വേറെ രീതിയിൽ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതും കൂടിയൊക്കെ ട്രൈ ചെയ്യാൻ നോക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നോക്കുക, ഏറ്റവും ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ജോലി വാങ്ങിക്കണമെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് എങ്ങനെ ചെയ്യുക ആ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുക. അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറിയൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. ഇപ്പോൾ നമ്മൾ വലിയ, അതായത് വേർഡ് പ്രോബ്ലംസ് ഉണ്ട്, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും നമുക്ക് അഡീഷണൽ ലോജിക്സ് എന്തെങ്കിലും പറയണമെങ്കിൽ അത് പറയേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നോക്കുക, A:B ഒരു വാല്യൂ തന്നു, B:C നമുക്ക് വാല്യൂ തന്നു. ഇതിനകത്ത് നമ്മൾ A:C കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഓക്കെ, A:C നമ്മളോട് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, A എന്ന് പറയുന്ന സ്റ്റാർട്ടിങ് വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂ, ഇത് ട്രിക്കാണ്, നമ്മൾ ഇതിനകത്ത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും, ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ A ആണ്. അപ്പം A നമ്മൾ ചെയ്തു, ആ എയുടെ നേരെയുള്ള വാല്യൂസ് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യുക. അതുപോലെ എൻഡ് വാല്യൂ ആണ് ഇവിടെയെങ്കിലും മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എൻഡ് വാല്യൂ ഇവിടെ ഈ റോയിലാണ്, ഈ കോളത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു നിരയിലാണ് കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക. മറ്റേത് ഇത് A എന്ന് പറയുന്ന വാല്യൂ ഈ നിരയിലാണ്, അതുകൊണ്ട് ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും, 5 × 2 10. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും, 3 × 5 15. ഓക്കെ, ഇതാണ് റേഷ്യോ വരുന്നത്. ക്ലിയർ ആയോ? ഇനി ഈ റേഷ്യോ അല്ല, ഇത് ഇപ്പോൾ റേഷ്യോ ആയിട്ട് വന്നു, പക്ഷേ റേഷ്യോയിൽ സിംപ്ലസ്റ്റ് ഫോം എടുക്കണം. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണില്ല. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു, 5 വെച്ച് രണ്ടിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ 2:3 എന്ന് വരും. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം വേറൊരു രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പം 5 നമ്മൾ A:B:C എന്ന് എഴുതുവാണ്. A:B:C എഴുതുകയാണെങ്കിൽ ഇപ്പം വേറെ രീതിയിൽ ചെയ്യാം. ഇതൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇപ്പം A:B:C കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്ന് എയുടെയും സിയുടെയും വാല്യൂ എടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം എയുടെയും ബിയുടെയും സിയുടെയും അതൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനാണ് A:B:C. ഓക്കെ, ഇതിനകത്ത് ഞാൻ ആ എയുടെയും ബിയുടെയും വാല്യൂ ഓൾറെഡി ഇതിനകത്ത് കണ്ടുപിടിച്ച് എന്താണ്, 5 × 2 നമ്മൾ 10 എന്ന് പറഞ്ഞു. അടുത്തത് എന്താ, 3 × 5 ഇതെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് കോമൺ ആയിട്ട് ബി ഉണ്ടല്ലോ, ഇതും ബി, ഇത് ബി, രണ്ട് കോമൺ ആയിട്ട് ബി ഉണ്ട്. നമ്മൾ ഈസി മെത്തേഡിൽ, ഞാൻ ഈ ആദ്യം പറയാൻ പോയ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 നമ്മൾ ഓൾറെഡി എഴുതി, 10 ആണ് ഇവിടെ എന്ന് പറഞ്ഞു. അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്, 10 എഴുതണം, ഈ 2 എഴുതരുത് കേട്ടോ. 10 എഴുതണം, 2 എഴുതണം. എയും സിയും മാത്രമുള്ള കേസിലാണ് ഇത് എഴുതുന്നത്. ഇപ്പം നമ്മൾ എയും ബിയും സിയും കൂടെ എഴുതുകയാണ്. എയും ബിയും സിയും കൂടെ എഴുതുമ്പോൾ ഇങ്ങനെ ഈ 2 എടുത്ത് ഇവിടെ എഴുതരുത്. ഓക്കെ, 5 × 2 എന്നെഴുതി 10 എഴുതി. ഇനി 3 × 2 എന്തെഴുതും, 6 ബി. ഓക്കെ, 3 × 2 6. അപ്പോൾ ബി കോമൺ അല്ലേ, ഈ ബി കോമൺ ആണല്ലോ, അത് 6 എഴുതി. അടുത്തത് എന്താ എഴുതേണ്ടത്, സി ആണ് ചോദിച്ചിരിക്കുന്നത്, സി അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ തന്നെ B × C എഴുതുക. അപ്പോൾ എന്ത് വരും, 3 × 5 15 വന്നു. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ട് ഇതിനെ മിനിമം വാല്യൂയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ 3നെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഡിവൈഡ് ചെയ്യാവുള്ളൂ. ഓക്കെ, ഈ കേസിലെന്ന് പറഞ്ഞാൽ 10നെയും 15നെയും നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, മീൻസ് ഒരു കോമൺ ഡിജിറ്റ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആണെങ്കിലോ 10നെയും 6നെയും കൂടെ ആണെങ്കിൽ പറ്റും, 2 വെച്ച് പറ്റും. ഓക്കെ, 6നെയും 15നെയും കൂടി പറ്റില്ല, 10നെയും 15നെയും കൂടെ ആണെങ്കിലും പറ്റുമായിരുന്നു. പക്ഷേ ഇതിനെ 3നെയും കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ മിനിമം വാല്യൂയിലേക്ക് ആക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ റേഷ്യോ. ഓക്കെ, ഇതാണ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ മെത്തേഡ് ഇതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ഫസ്റ്റ് വാല്യൂവും ലാസ്റ്റ് വാല്യൂവും കൂടിയുള്ള റേഷ്യോ ആണെങ്കിൽ ഫസ്റ്റ് വാല്യൂ വരുന്നതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുക,
ലാസ്റ്റ് വാല്യൂ വരുന്ന വാല്യൂസ് ആ വരുന്ന റോയിലുള്ള വാല്യൂസ് എല്ലാം കൂടി ഇൻറ്റു ചെയ്യുക, ആ റേഷ്യോയെ മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്യേണ്ട വാല്യൂ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി A:B:C എന്നുള്ള റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് A എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ചെയ്തു. B ആണെങ്കിൽ B ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ക്രോസിന് ചെയ്യുക, B × B അല്ലേ, അപ്പോൾ ക്രോസിന് ചെയ്ത് അതിൻ്റെ വാല്യൂ വന്നു, സിയും വന്നു. സി എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി വേറൊരു മെത്തേഡിൽ ഞാൻ കുറച്ചുകൂടി നിങ്ങളെ മനസ്സിലാകണമെങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷേ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സിമ്പിളായിട്ടുള്ള ടൈം ഏറ്റവും കുറച്ചെടുക്കുന്ന മെത്തേഡ്. അപ്പോൾ ഞാൻ പറയാണ് A:B, അതുപോലെ B:C. ഇവിടെ എന്ത് വന്നു 5:3, ഇവിടെ എന്ത് വന്നു 2:5 ആണല്ലോ. ഇനി ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് എന്താ, ബി ആണ്. അപ്പോൾ ബിയുടെ വാല്യൂസ് എന്തൊക്കെയായിരുന്നു, 3, 2 ആണല്ലോ, 3 × 2. ഇവിടെ എന്ത് വന്നു 5 ആണല്ലോ, ഇവിടെ എന്ത് വന്നു 5. അപ്പം ഈ ബിയുടെ വാല്യൂ ഞാൻ ഇൻറ്റു ചെയ്ത് രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് 3 × 2 6 എന്ന് വന്നു എനിക്ക്, ആണല്ലോ. 3 × 2 6 എന്ന് വന്നു. ഓക്കെ, അപ്പം 3യുടെ കൂടെ എന്തിനെ ഇൻറ്റു ചെയ്തത്, 2വിനെ ഇൻറ്റു ചെയ്തില്ലേ. അപ്പോൾ അതേ 2 വെച്ചിട്ട് ഇവിടെ ഉള്ള 3യെ ഈ 2 വെച്ചിട്ട് താഴെയുള്ള 2 വെച്ച് ഇൻറ്റു ചെയ്തു. അപ്പം അതിൻ്റെ കൂടെയുള്ള റേഷ്യോ ആണ് 5. ആ 5നെയും ഞാൻ 2 വെച്ചാണ് ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വാല്യൂ വരും, 10 വന്നു. ക്ലിയർ ആയോ? ക്ലിയർ ആവുന്നുണ്ടോ? 3 × 2 6 വന്നല്ലോ, ബി കോമൺ ആയിരുന്നു. അപ്പം സാധാരണഗതിയിൽ ഒരു റേഷ്യോ, ഇപ്പം 5:3 എന്ന് പറയുന്ന റേഷ്യോയെ ഇൻറ്റു 2 ചെയ്യണമെങ്കിൽ ഇവിടെയും ഇൻറ്റു 2 ചെയ്യണം, ഇവിടെയും ഇൻറ്റു 2 ചെയ്യണം. അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ ലോജിക്ക് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 3 × 2 6 ചെയ്തപ്പോൾ 3യോട് കൂടി, അതായത് 5:3 എന്നുള്ള റേഷ്യോയിലെ 3നോട് നമ്മൾ 2 ഇൻറ്റു ചെയ്ത് 6 എന്നുള്ള വാല്യൂ കിട്ടി. അപ്പം അതോടൊപ്പം അതിന് ഈക്വലായിട്ട് ആ റേഷ്യോയെ ഈക്വലായിട്ട് വേണം നമ്മൾ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഈക്വലായിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ 2 വെച്ചിട്ട് 3യെ ഇൻറ്റു ചെയ്തത് കൊണ്ട് 2 വെച്ചിട്ട് നമ്മൾ 5നെയും കൂടി ഇൻറ്റു ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ 2വിനെ 5 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് വരുന്നു, 10 എന്ന റിസൾട്ട് വന്നു. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ തേർഡ് സി എന്ന് പറയുന്നതിലേക്ക് പോവാണ്. സിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും സി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതായത് സിയുടെ കൂടെ ഉള്ളത് ആരായിരുന്നു, 2 ആണ്. അപ്പോൾ 2വിനെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ് 6 ആക്കിയത്, 2വിനെ നമ്മൾ 2 × 3 ചെയ്തിട്ടാണ് 6 ആക്കിയത്. ഓക്കെ, 2വിനെ ഇൻറ്റു 3 ചെയ്താണ് നമ്മൾ 6 ആക്കിയത്. അപ്പോൾ 2യുടെ കൂടെയുള്ള വാല്യൂ ആണ് 5. ഓക്കെ, 2യുടെ കൂടെയുള്ള 5നെയും നമ്മൾ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം, 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ, 2വിനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്ത് 6 ആക്കുമ്പോൾ 5നെയും നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്തു 15 എന്ന് വന്നു. ക്ലിയർ ആയോ? എങ്ങനെ ഈ റേഷ്യോ വരുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? റേഷ്യോ എങ്ങനെ ചേഞ്ച് ചെയ്തതെന്ന് മനസ്സിലായി. ഇതാണ് ഇതിൻ്റെ ശരിക്കും ലോജിക്ക്. പക്ഷേ നിങ്ങൾ തന്നെ ആലോചിക്കുക, നിങ്ങൾ ഇത്രയും ആലോചിച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ സ്ക്രീനിൽ മീൻസ് നമ്മുടെ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പെൻ എടുക്കാതെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ക്ലിയർ ആണോ? ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് A:C ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി അപ്പം ഫസ്റ്റ് റേഷ്യോസിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഫസ്റ്റ് ഡിജിറ്റ് തമ്മിൽ ഇൻറ്റു ചെയ്ത് വെക്കുക, സെക്കൻഡ് ഡിജിറ്റ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുക. അത് മനസ്സിൽ തന്നെ 10:15 ആണല്ലോ. അപ്പോൾ 10:15 ഇപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു മാത്സ് നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യണമെങ്കിൽ CGLനകത്ത് 25 വരെയെങ്കിലും മിനിമം നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. അത് പഠിച്ചിരിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും 10:15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോയെ ചെറുതാക്കാമെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് നമ്മുടെ മൈൻഡിൽ വരും, നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ A:B:C ചെയ്യണമെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് A:B ചെയ്യാം. മൈൻഡിൽ ചെയ്താൽ മതി, പെൻ എടുക്കേണ്ട ആവശ്യമില്ല, പെന്നും പേപ്പറും. B:B ചെയ്ത് ബിയുടെ വാല്യൂ എഴുതാം, B:C ചെയ്തിട്ട് സിയുടെ വാല്യൂ എഴുതാം. ക്ലിയർ ആയോ? രണ്ട് രീതിയും സിമ്പിളാണ്, നിങ്ങൾക്ക് എന്ത് വേണേലും യൂസ് ചെയ്യാം. ഓക്കെ, ആർക്കാ കമൻറ്റ് ചെയ്യാൻ പറ്റാത്ത? നോക്കിക്കോ. പക്ഷേ ഇന്ന് ആർഷയുടെ വന്നല്ലോ, വന്ന് രഞ്ജിത്തിൻ്റെയൊക്കെ മെസ്സേജ് കുറച്ച് ഇന്നലെ ഇതുപോലെ യമുനയും പറയുന്നുണ്ടായിരുന്നു. യമുനയ്ക്ക് ഇതുപോലെ ഇടയ്ക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, അത് ക്ലിയർ ചെയ്യുവേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം. അപ്പോൾ 3 പേര് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ട്. A:B:C മനസ്സിലായോ? സെക്കൻഡ് ഞാൻ പറഞ്ഞ മെത്തേഡ് മനസ്സിലാവുന്നുണ്ടോ?
ഓക്കെ, ഇർഫാൻ ഒന്നും കൂടി ട്രൈ ചെയ്തോളൂ കമൻറ്റ് വരാൻ വേണ്ടിയിട്ട്. വർക്ക് ആകുന്നുണ്ട്, നമ്മൾ ഇവിടുന്ന് കമൻറ്റ് ചെയ്ത് നോക്കിയിട്ട്. ഇങ്ങനെ അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ റബ് ചെയ്യാണ്. എല്ലാവരും എഴുതിയെടുത്തല്ലോ. അപ്പം ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് സെയിം ഒരു ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും പറയാണ്. A:B equals 2:3. A:B equals 2:3. Then B:C equals again 2:3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാല്യൂസ് കണ്ടുപിടിക്കുക. A:C എന്ത് വരും, അതുപോലെ A:B:C എന്ത് വരും? പെട്ടെന്ന് ചെയ്യാമല്ലോ, പെട്ടെന്ന് ചെയ്യാമല്ലോ. ഇർഫാൻ കമൻറ്റ് ശരി ഓക്കെ ആയിട്ടുണ്ടോ? ഓക്കെ ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കണം. ഓക്കെ ആണെങ്കിൽ ഇതിലൊന്ന് മെസ്സേജ് അയച്ചോ. ബാക്കിയുള്ളവർക്ക് കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? അഖിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ കമൻറ്റ് ചെയ്യുന്നതിന്? രഞ്ജിത്ത്, കാവ്യ, ഹേമന്ത് എന്ത് പറയുന്നേ? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ആർഷ എന്താ പറയുക? ഓക്കെ, ആർഷയുടെ ആൻസർ വന്നു, രഞ്ജിത്തിൻ്റെ ആൻസർ വന്നു. ഓക്കെ, കറക്റ്റാണ്. ആർഷ ആൻസർ കറക്റ്റാണ്, രഞ്ജിത്ത് ആൻസർ കറക്റ്റാണ്. ഓക്കെ, അഖിൽ കുഴപ്പമില്ല. അഖിൽ പെട്ടെന്ന് സോൾവ് ചെയ്തോ. കാവ്യ സോൾവ് ചെയ്യുക. ശ്യാമ, സഞ്ജന എല്ലാവരും പെട്ടെന്ന് സോൾവ് ചെയ്യുക. ഓക്കെ, ആൻസർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയാണ്, നിങ്ങൾ കുറച്ചുകൂടെ സ്പീഡപ്പായിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഫസ്റ്റിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ ചെയ്യും? A:C. എയും സിയും സ്റ്റാർട്ടിങ്ങിലെ എൻഡിലെയും വാല്യൂസ് ആണല്ലോ. അപ്പോൾ 2 × 2 4 ഉണ്ടോ? നമ്മൾ ഇത് ഞാൻ ഇവിടെ ഇപ്പം നിങ്ങൾ കാണിക്കേണ്ടത് കൊണ്ട് ബോർഡിൽ ഇങ്ങനെ എഴുതുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഓപ്ഷൻസിനകത്തൊന്നും ജസ്റ്റ് നിങ്ങൾ 2 × 2 4, 3 × 3 9. അപ്പോൾ 4:9 എവിടെയാണെന്ന് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 4:9 ആണ് ഫസ്റ്റ് ആൻസർ. ഇനി സെക്കൻഡിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ പറയും? A:2. അപ്പം 2 × 2 4 വരും. ഇതിനെ മിനിമൈസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി 4:9 2 × 2 4 വരും. ഓക്കെ, 4:2. അപ്പോൾ 3 × 2 6 വരും. 3 × 3 9 വരും. ഓക്കെ, അപ്പോൾ അതിനെ മിനിമൈസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആ ഓപ്ഷൻ നോക്കിയാൽ മതി. 4:6:9. ഇതാണ് സെക്കൻഡ് ആൻസർ. ക്ലിയർ ആണല്ലോ കാവ്യ? ഓക്കെ, അഖിൽ, എല്ലാവർക്കും ആൻസേഴ്സ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടി സെയിം ക്വസ്റ്റ്യൻ ഇടാൻ സെയിം മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇടുവാണ്. A:B equals 7:8. B:C equals 3:2. ക്വസ്റ്റ്യൻ സെയിം ആണ്. A:C equal dash, B:C equals dash. നിങ്ങൾക്ക് ഇത് സെയിം നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 ഉണ്ടല്ലോ നിങ്ങളുടെ സിസ്റ്റത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനകത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്പർ 1 കൂടി നിങ്ങൾ എഴുതിയെടുക്കണം. ഇതിന് ശേഷം അത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. അതിൻ്റെ ആൻസർ ഞാൻ ഇപ്പോൾ പറയില്ല.
നിങ്ങൾക്ക് ഹോംവർക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഞാൻ പറയില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. കിട്ടാത്തത് നമുക്ക് ഇനി റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം മുതൽ എടുക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് സോൾവ് ഔട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് ചെയ്തോ. ഇത് കിട്ടാഞ്ഞവരൊക്കെ വേണമെങ്കിൽ ഇത് നോക്കി എഴുതാം കേട്ടോ. ആർക്കെങ്കിലും കിട്ടാൻ ഡിലേ ആകുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകാം. മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി. പെട്ടെന്ന് ആൻസർ ചെയ്തോ. പുള്ളിക്ക് ഇപ്പോഴും വരുന്നില്ലേ? ഓക്കെ, പെട്ടെന്ന് ആൻസർ ചെയ്തോ. ഓക്കെ, എല്ലാവരുടെയും പെട്ടെന്ന് ആൻസേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റാണ്. എല്ലാവരുടെയും ആൻസേഴ്സ് കറക്റ്റാണ്. രഞ്ജിത്ത്, ശ്യാമ, ആർഷ, വരുൺ, സഞ്ജന, അഖിൽ. ഓക്കെ കറക്റ്റാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യുന്നത്? 7 × 3 21, 7 × 3 21, 8 × 2 16. ഇതാണ് ഫസ്റ്റിൻ്റെ ആൻസർ. വീണ്ടും 7 × 3 21 is to 8 × 3 24, 8 × 2 16. ഓക്കെ, ഇതിനെ ഒന്നും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇത് തന്നെയാണ് കറക്റ്റ് ആൻസേഴ്സ്. ഓക്കെ കാവ്യ, കറക്റ്റാണ്. ഓക്കെ, അപ്പം മാത്സ് ടഫാണെന്ന് പറഞ്ഞവരെല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരു സമയത്ത് മാത്സ് പേടിയാണ്, ടഫാണെന്നൊക്കെ പറഞ്ഞവർ ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഈസി ആയിരിക്കും ബാക്കിയുള്ളത്. നമ്മൾ ചെറിയ ലോജിക്സ് കുറച്ചുകൂടി വരുമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിൻ്റെ താഴെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കുക. ആ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. അത് നിങ്ങൾക്ക് ഉള്ള ഹോംവർക്ക് ആയിരിക്കും. അത് എഴുതിയെടുത്തതിന് ശേഷം എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ഉടനെ എന്നോട് ഓക്കെ പറയുക. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് കുറച്ച് നെക്സ്റ്റ് ടൈപ്പാണ്. ഇത് തന്നെ കുറച്ച് ABC വരെയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ കൂടെ D എന്ന് എക്സ്ട്രാ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 എല്ലാവരും പെട്ടെന്ന് എഴുതിയെടുക്കുക. ഓക്കെ, പെട്ടെന്ന് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത ഉടനെ എനിക്ക് കമൻറ്റ് ചെയ്യുക. എഴുതി. ഓക്കെ എഴുതിയെന്നും പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ്സ് പറയുന്നുണ്ട്. ഓക്കെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. A is to B equals 2:3. A is to B equals 2:3. B is to കുറച്ചുകൂടെ ലെങ്തി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഞാൻ ബോർഡിൽ എഴുതേണ്ട ആവശ്യമില്ല. വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ.
ഇപ്പം ഞാൻ ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഞാൻ ബോർഡിൽ അങ്ങ് എഴുതുന്നത്. B/C ഈക്വൽസ് 2:1. B/C ഈക്വൽസ് 2:1. Again C/D ഈക്വൽസ് 2:3. ഓക്കെ, 2:3. ഇതാണ് നമ്മുടെ വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്, 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ A/Dയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. A/Dയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, A/Dയുടെ വാല്യൂ ആണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫസ്റ്റ് വാല്യൂവും ലാസ്റ്റ്, അതായത് ഇങ്ങനെ റേഷ്യോസ് തന്നതിന് ശേഷം, ഓർഡറിലല്ലേ തന്നിരിക്കുന്നത്, ക്രോണോളജിക്കൽ ഓർഡറിലാണ് തന്നിരിക്കുന്നത്. റേഷ്യോസ് തന്നതിന് ശേഷം ഫസ്റ്റ് റേഷ്യോയും ലാസ്റ്റ് റേഷ്യോയും തമ്മിലുള്ള, അതായത് ഫസ്റ്റ് വാല്യൂവും ലാസ്റ്റ് വാല്യൂവും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ വാല്യൂ ഇവിടെയല്ലേ, അപ്പോൾ ആ വാല്യൂസിൻ്റെ താഴോട്ടുള്ളത് ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. ലാസ്റ്റിൻ്റെ വാല്യൂ ഇതിനകത്തായതുകൊണ്ട് ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻറ്റു ചെയ്യാം. എയുടെ റിസൾട്ട് എന്ത് വരും? 2 × 2 × 2 2 × 2 4 4 × 2 8 വന്നു. ഈസ് ടു ഡിയുടെ വാല്യൂസോ 3 × 1 3 3 × 3 9 8:9 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് അടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, A/B/C/D. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും സിമ്പിൾ ആയിരുന്നു, നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് തന്നെയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് A/B/C/D ആണ്. അപ്പം ഞാൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടൊന്ന് വൃത്തിയായിട്ട് കുറച്ചുകൂടി എഴുതുകയാണ്. A/B, B/C, C/D. ഓക്കെ, നമ്മൾ A/B/C/D ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ എയുടെ വാല്യൂ നേരത്തെ കൂടി തന്നെ നമുക്ക് ചെയ്യാം. എയുടെ വാല്യൂ എന്ത് വരും? ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. എത്ര വരും? 8 വരും. ഓക്കെ ആണല്ലോ? ബിയുടെ വാല്യൂ എഴുതാൻ ഞാൻ സ്പേസ് വിടുകയാണ്. സിയുടെ വാല്യൂ എഴുതാൻ ഞാൻ സ്പേസ് വിടുകയാണ്. ഡിയുടെ വാല്യൂ നേരത്തെ കൂടി തന്നെ നമുക്ക് വരും 9. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? നിങ്ങൾ റിപ്ലൈ തരണം കേട്ടോ. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ അടുത്തത് എന്താണ്? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം ഞാൻ ബിയുടെ വാല്യൂ നിങ്ങൾക്ക് കാണിക്കാം. വേണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് 2B അല്ലേ? ഇത് 2B ആണല്ലോ. അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. പ്ലസ് അതിൻ്റെ കൂടെ ഇവിടെ വരെ ഇങ്ങനെ നമ്മൾ ചെരിഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് നമ്മൾ താഴോട്ട് വരയ്ക്കുക. ഓക്കെ, ഇവിടുന്ന് താഴോട്ട് വരയ്ക്കുക. ക്ലിയർ ആണോ? B രണ്ടും വരണം. അവിടുന്ന് ആരോ മുകളിൽ നിന്ന് താഴോട്ട് വരച്ച് ഇവിടുന്ന് താഴോട്ട് വരച്ചു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ ഇൻറ്റു ചെയ്യണം. ആ വാല്യൂസ് ഏതൊക്കെയാണ് നോക്കിയോ? 3 2 2. അപ്പോൾ 3 × 2 6 6 × 2 12 ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് വരച്ചു എന്ന് വെച്ചോ. ഇവിടെ നമ്മൾ തിരിച്ച് താഴേന്ന് മുകളിലോട്ടാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഈ സിയിൽ നിന്നും ഈ സിയിലേക്ക്, ഓക്കെ, ഈ സിയിൽ നിന്നും ആ സിയിലേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് നേരെ മുകളിലേക്ക് വരച്ചു. കണ്ടോ? ഓക്കെ ആണോ? അപ്പോൾ സിയിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങുന്നത്. അവിടെ ബിയിൽ നിന്ന് തുടങ്ങി. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ബിയിൽ നിന്ന് ബിയിലേക്ക് വന്നിട്ട് താഴോട്ട് വരച്ചു. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി സിയിൽ നിന്ന് സിയിലേക്ക് പോയിട്ട് മുകളിലേക്ക്. അപ്പം ഈ സിയിൽ നിന്ന് ആ സിയിലേക്ക് പോയപ്പോൾ മുകളിലോട്ടല്ലേ പോയി, അപ്പം മുകളിലോട്ട് വരച്ചു. അവിടുന്ന് ആ ബിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് താഴോട്ട് വരച്ചപ്പോൾ താഴോട്ട് പിന്നെ സ്ട്രെയിറ്റ് വരച്ചു. അപ്പം ഇവിടുന്ന് സിയിൽ നിന്ന് സിയിലേക്കുള്ള പോലെ സിയിൽ നിന്ന് സിയിലേക്ക് പോയിട്ട് ബിയിലേക്ക്. അപ്പം 2 × 1 2 × 3 6. ക്ലിയർ ആയോ? ആൻസർ വന്നത് ക്ലിയർ ആയോ? 8:12 ക്ലിയർ ആണോ? A/B/C/D ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. നിങ്ങൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തരാം. എഴുതിയും കൂടെ എടുത്തോളൂ കേട്ടോ.
ഓക്കെ 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 ആ ഓക്കെ എഴുതിയെടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞ് നിങ്ങൾ എഴുതിയും കൂടി എടുത്തിട്ട് എനിക്ക് ഓക്കെ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ അതിന് ശേഷം ഞാനിത് റബ്ബ് ചെയ്യത്തുള്ളൂ കേട്ടോ. തുടച്ചോട്ടെ. അപ്പോൾ ഓക്കെ ആണ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന്. സമയമായിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. എഴുതിയില്ല, എഴുതാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ തരാം നിങ്ങൾക്ക്. 2 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, നിങ്ങൾ ചെയ്യുക. A:B equal 3:2. 3:2. B:C equal again 3:2. 3:2. C:D equal 1:2. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? A:D വാല്യൂ എടുക്കണം, പിന്നെ A:B:C:D ഇതിൻ്റെ വാല്യൂ എടുക്കുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതാം. A:B equal 5:2. B:C equal 1:2. 1:2. C:D equal 1:3. ഇവിടെയും A:D കണ്ടുപിടിക്കുക. again A:B:C:D കണ്ടുപിടിക്കുക. ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ. 2 ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ഇടുക. എല്ലാവരും ആൻസർ ഇടുക. ഓക്കെ, ഓക്കെ. വരുൺ പറയുന്നു അടിപൊളി. അഞ്ജു പറയുന്നു മാത്സ് ടഫാണ്, എങ്കിലും ഇന്ന് ഇൻട്രസ്റ്റ് തോന്നുന്നു. പെട്ടെന്ന് ആൻസർ ചെയ്തോ. നിങ്ങൾ കഴിവതും ബൈ ഹാൻഡ് ഇങ്ങനെ കൈവച്ച് എഴുതി ചെയ്യാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞല്ലോ, ബോർഡിൽ എഴുതി അത് വൃത്തിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തല്ലോ. അപ്പോൾ ആ ട്രിക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി മുന്നോട്ട് മനസ്സിലാവും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻസ് മുതൽ നിങ്ങൾ കഴിവതും എത്ര പെന്ന് യൂസ് ചെയ്യുന്നത് കുറയ്ക്കാവോ അതുപോലെ ചെയ്യുക. ഓക്കെ, രഞ്ജിത്തിൻ്റെ ആൻസർ വന്നു, ശ്യാമയുടെ വന്നു, ആർഷയുടേത് വന്നു. ഓക്കെ, നോക്കട്ടെ ആൻസർ കറക്റ്റ് ആണോ എന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓക്കെ, A:D. ആർക്കെങ്കിലും ഞാൻ ഇത് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ആൻസർ അങ്ങ് എഴുതുകയാണ്. 9:8 ആണ് എല്ലാവരുടെയും ആൻസേഴ്സ് ഇതുവരെ വന്നത്, കറക്റ്റ് ആണ്. സെക്കൻഡ് A:B:C:D വന്നത് 9:6:4:8. 9:6:4:8. ഓക്കെ, ഇതാണ് ഫസ്റ്റിൻ്റെ ആൻസർ. സെക്കൻഡിൻ്റെ ആൻസറും വരാൻ തുടങ്ങിയിട്ടുണ്ട്. 5:12. അയ്യോ, 2:4:12. ഓക്കെ, അഖിൽ സെക്കൻഡിൻ്റെ ആൻസർ അഖിൽ ചെയ്തത് ഇതിൻ്റെ A:B:C:D ശരിയാണ്. പക്ഷേ A:D തെറ്റിയല്ലോ. എന്ത് പറ്റി? കൂട്ടി വെച്ചോ?
സെക്കൻഡ് ബാക്കിയുള്ളവരോട് പെട്ടെന്ന് ചെയ്തോ. ഓക്കെ, കാവ്യ ശരിയാണ്, അഞ്ജു ശരിയാണ്. A+, A:D. ഓക്കെ, ആർഷ ശരിയാണ്, കറക്റ്റാണ് ആർഷ. അപ്പം സെക്കൻഡിൻ്റെ ആൻസറും വരുന്നുണ്ട്, ഞാൻ എഴുതിക്കോളാം. 5:12 ആണ് സെക്കൻഡിൻ്റെ ആൻസർ. അഖിൽ 5 × 1 × 1 ആണ് കേട്ടോ, 5. അതുപോലെ 2 × 2 × 4, 4 × 3 12 ആണ്. 5:12 ആണ് അഖിലിൻ്റെ. ഇത് തെറ്റി, പക്ഷേ സെക്കൻഡ് ഇത് ശരിയായിട്ടായിരുന്നു അഖിൽ ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പം ഇത് വന്നത് 5:2 4:12. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, കാവ്യ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അഞ്ജു, കാവ്യ എല്ലാവർക്കും ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 2 ഉണ്ടല്ലോ അതിനകത്ത്. നിങ്ങളുടെ ഓക്കെ, നേരത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ ആ ആപ്പിനകത്ത് നമ്മുടെ ക്ലാസ്സിൻ്റെ താഴെ ക്വസ്റ്റ്യൻ നമ്പർ 2ഉം 3ഉം നിങ്ങൾ എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2ഉം 3ഉം 1 അല്ലേ നേരത്തെ എഴുതിയെടുത്തുള്ളൂ. 2ഉം 3ഉം കൂടി എഴുതിയെടുക്കുക. ഓപ്ഷൻസും എഴുതിയെടുത്തോളൂ കേട്ടോ, ഓപ്ഷൻസ് എഴുതിയെടുക്കുക. അപ്പോൾ 3 ക്വസ്റ്റ്യൻസും കൂടി ചെയ്തതിന് ശേഷം 3 ക്വസ്റ്റ്യൻസും കൂടി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്നോട് പറയാം, ഓക്കെ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോകാം. 3 ക്വസ്റ്റ്യൻസും കൂടി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോകാം. ഓക്കെ ഹേമന്ത്, ഓക്കെ കറക്റ്റാണ്, ആൻസേഴ്സ് എല്ലാം കറക്റ്റാണ് വരുന്നത്. ഇല്ല ഇല്ല, ആരൊന്നും പറഞ്ഞില്ല ഇതുവരെ, എല്ലാവരും വരുന്നുണ്ട്. അപ്പം 3 ക്വസ്റ്റ്യൻ, 1 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തതിന് ശേഷം എന്നോട് പറയുക. ഓക്കെ, എഴുതി എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത്, ശ്യാമ, സഞ്ജന, ആർഷ, അഞ്ജു, ഹേമന്ത്, വരുൺ, കാവ്യ, അഖിൽ എഴുതി കഴിഞ്ഞോ? ഓക്കെ ഓക്കെ ഓക്കെ, കാവ്യ എഴുതി കഴിഞ്ഞോ? കാവ്യ എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഓക്കെ ഓക്കെ, അപ്പം ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വേറൊരു ടൈപ്പിലാണ്. A/2 ഈക്വൽ B/3 ഈക്വൽ C/4. ഓക്കെ ആണെങ്കിൽ A:B:C എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. A/2
ഈക്വൽ ബി ബൈ 3 ഈക്വൽ സി ബൈ 4 ആണെങ്കിൽ എ ഈസ് ടു ബി ഈസ് ടു സി എത്രയാണെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ന്യൂമറേറ്റേഴ്സ് ഇല്ലേ, ഇതിൻ്റെ ന്യൂമറേറ്റേഴ്സ് എല്ലാം സെയിം ആണ് എന്ന് വെച്ചാൽ 1 ആണ്. അതായത് 1A, ഇവിടെ 1A 1B 1C എന്നല്ലേ ഇതിൻ്റെ അർത്ഥം ആണല്ലോ. 1A 1B, അപ്പം 1 ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 1 × A ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 എഴുതുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ന്യൂമറേറ്റേഴ്സ്, അതായത് ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത്. ഓക്കെ, ന്യൂമറേറ്റേഴ്സ് എല്ലാം 1 ആണെങ്കിൽ ആൻസർ എന്താണെന്ന് വെച്ചാൽ 2:3:4 തന്നെയാണ്. ഓക്കെ, ന്യൂമറേറ്റേഴ്സ് 1 ആണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഇത് കാൽക്കുലേഷനൊക്കെ ഉണ്ട്, കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട. ന്യൂമറേറ്റേഴ്സ് എല്ലാം 1 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 2:3:4 A:B:C എന്നാണ്, 2:3:4 തന്നെയാണ്. അല്ലാതെ ഇത് വേണമെങ്കിൽ നമുക്ക് LCM ഒക്കെ എടുത്തിട്ട് ചെയ്യാം, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കുക, ന്യൂമറേറ്റേഴ്സ് ഫുള്ള് 1 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അതുപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ആൻസർ ഇതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ 8th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. വേറൊരു ടൈപ്പാണ്. ഇത് ക്ലിയർ ആയോല്ലോ. ഇത് 7th ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമ്മൾ 8th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. 8th ക്വസ്റ്റ്യൻ 2A ഈക്വൽ 3B ഈക്വൽ 4C. ഓക്കെ ആണെങ്കിൽ A:B:C എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 2A ഈക്വൽ 3B ഈക്വൽ 4C ആണെങ്കിൽ A:B:C എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയോ? ഇപ്പം ഇങ്ങനെയുള്ള കേസിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻ അത് ന്യൂമറേറ്റർ 1 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ പറ്റി. അപ്പം ഇതിനകത്ത് ന്യൂമറേറ്റർ എല്ലാം വാല്യൂസ് ഉണ്ട്, 2 ഉണ്ട്. ഇത് ഫ്രാക്ഷനിലല്ല തന്നേക്കുന്നെങ്കിൽ ഇതിൻ്റെയൊക്കെ അർത്ഥം ഇതിൻ്റെ ബൈ 1 ഉണ്ടെന്നല്ലേ അർത്ഥം. ബൈ 1 നിങ്ങൾ ഇട്ട് വെക്കരുത്, ഞാൻ ജസ്റ്റ് ഇമാജിനറി ആയിട്ട് കാണിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം ബൈ 1 ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പോൾ ബൈ 1 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ന്യൂമറേറ്റേഴ്സിനെ 1 ആക്കി കഴിഞ്ഞാൽ ന്യൂമറേറ്റേഴ്സ്, അതായത് ഇതിപ്പം ബൈ 1 ഉണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ന്യൂമറേറ്റേഴ്സിനെ 1 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ ഇതുപോലെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റേഴ്സിനെ 1 ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2, 3, 4 3 വാല്യൂസ് ഉണ്ടല്ലോ, ഇതിൻ്റെ LCM എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻക്വയറി ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു LCM, HCF അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, LCM ചെയ്യുക. എന്തിൻ്റെയൊക്കെ LCM ഓഫ് 2, 3, 4 എത്ര വരും? സാധാരണ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്യുന്നത് 2, 3, 4 ഇങ്ങനെ എഴുതിയിട്ട് LCM കാണുന്നത്. ഇപ്പോൾ 2 വെച്ചിട്ടാണെങ്കിൽ 1, പിന്നെ 3, ഇവിടെ 2, പിന്നെ ഇപ്പം ഇത് ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, യഥാർത്ഥത്തിൽ ചെയ്യും, അതിൻ്റെ ആവശ്യമില്ല. 2 × 3 × 2 എത്ര വരും? 12 വരും. ഇവിടെ നമുക്കല്ലാതെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഈ 2 ഉണ്ടല്ലോ, 2വിൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന വലിയ നമ്പേഴ്സ് ഇപ്പുറത്തുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് രണ്ടും കൂടി ഉണ്ട്. ഇനി 3യുടെ മൾട്ടിപ്പിളായിട്ട് വരുന്ന വലിയ നമ്പർ ഇപ്പുറത്തില്ലല്ലോ, അപ്പോൾ ഇത് ഇല്ലല്ലോ, അപ്പോൾ ഇത് നമ്മൾ ഇൻറ്റു ചെയ്യുക. 3 × 4 12. ക്ലിയർ ആയോ ഞാൻ ചെയ്തത്? ഒന്നുകൂടി കാണിച്ചു തരാം. ഇപ്പം LCM കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാതെ നമുക്ക് സിമ്പിളായിട്ട് ചില ക്വസ്റ്റ്യൻസൊക്കെ എളുപ്പം നമുക്ക് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇതിൻ്റെ LCM എടുക്കാനാണ് നമ്മളോട് പറയുന്നതെങ്കിൽ 1 അങ്ങ് കട്ട് ചെയ്തു. 2വിൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ 4, 2വിൻ്റെ മൾട്ടിപ്പിൾ ആണ് 4 ആണല്ലോ, ഹയർ മൾട്ടിപ്പിൾ ആണ് 4. അപ്പം നമുക്ക് 2 അങ്ങ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇനി 3യുടെ മൾട്ടിപ്പിൾ ഇപ്പുറത്തുണ്ട് 6, അപ്പോൾ അതുകൊണ്ട് 3 അങ്ങ് ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഇനി നോക്കിയോ, 4ൻ്റെ മൾട്ടിപ്പിൾ ഇപ്പുറത്ത് 8 വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് 4 വേണേൽ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി 5യുടെ മൾട്ടിപ്പിളായിട്ട് 10 വരുന്നുണ്ട്, അപ്പോൾ 5ഉം കട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ, ഇത്രയും കട്ട് ചെയ്തു. ഇനി 6, 7, 8 ഒന്നും ഇല്ല, അപ്പോൾ ഇതിൻ്റെ ഇത്രയും കൂടി നമ്മൾ LCM എടുത്താൽ മതി. ഇത്രയും വാല്യൂസ് നമുക്ക് കുറഞ്ഞ് കിട്ടത്തില്ലേ, അതിൻ്റെ വാല്യൂസ് എടുത്താൽ മതി.
ഇത് LCM എളുപ്പം കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും LCM കാണാൻ വരികയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് എഴുതിയോ? എഴുതിയെങ്കിൽ നമുക്ക് ബാക്കി താഴോട്ട് ചെയ്യാം. ആര്? ആ 3 ക്വസ്റ്റ്യൻ. ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നത്. ഞാനിത് തുടയ്ക്കുകയാണേ, ഇത് തുടയ്ക്കുകയാണേ. നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി വെക്കണം, നിങ്ങൾ പിന്നീട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജിൽ വേണമെങ്കിൽ പെട്ടെന്നൊന്ന് എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇതിന് നമ്മൾ പിന്നീട് ഇതൊക്കെ ചെയ്യും, അപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ LCM നമുക്ക് കിട്ടി 12. ഓക്കെ, ഇപ്പം ഞാൻ ഈ 12 എന്നുള്ള LCM ഞാൻ അതിനകത്തേക്ക് കൊടുക്കാൻ പോവാണ്. 2a/12 equal 3b/12 equal ഓക്കെ, എഴുതിയെടുത്തില്ലായിരുന്നോ? ഞാൻ LCM നമ്മൾ ചെറിയ വാല്യൂസിൻ്റെ മൾട്ടിപ്പിൾ അതിന് മുന്നേ അപ്പുറത്തുണ്ട് അടുത്ത് മീൻസ് ഇത് മിക്സ്ഡ് ആയിട്ട് കിടക്കുന്നെങ്കിലും നമ്മൾ ചെറിയ വാല്യൂൻ്റെ മൾട്ടിപ്പിൾ ആ നമ്പേഴ്സിൻ്റെ സീരീസിനകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ചെറിയ നമ്പറിനെ കട്ട് ചെയ്തിട്ട് വലിയ നമ്പറിലേക്ക് പോകാം. ഓക്കെ, ചെറിയ നമ്പറിനെ കട്ട് ചെയ്തിട്ട് വലിയ നമ്പറിലേക്ക് പോകാം. ആ വലിയ നമ്പേഴ്സിൻ്റെ മാത്രം നിങ്ങൾ LCM എടുത്താൽ മതി. അപ്പോൾ ഇത് നോക്കിക്കോ, 2a/12 ഈക്വൽ 3b/12 ഈക്വൽ 4c അല്ലേ, 4c/12 ആണല്ലോ. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്യാനൊക്കെ അറിയാവോ? ടേബിൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. 2നെ 12 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 12ഉം 2ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 6 വരും. 3യും 12 കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. 4ഉം 12 കൂടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തത് ഇത് കണ്ടോ, അതേപോലെ കിടക്കുമല്ലേ ഏകദേശം. ഇത് എന്താ കിടക്കുന്നത്? ഇത്രയും സ്റ്റെപ്സ് ഒന്നും എല്ലാ സ്റ്റെപ്സും എഴുതരുത്, ഞാൻ പറയാം ഏതൊക്കെ സ്റ്റെപ്സ് നിങ്ങൾ എക്സാമിന് സ്കിപ്പ് ചെയ്യാമെന്ന്. 3/4 കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഈ താഴെ ഞാനിപ്പോൾ എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിങ് വരെ കാണാമല്ലോ അല്ലേ? സ്ക്രീനിങ് വരെ കാണാമല്ലോ, കുഴപ്പമില്ല. 3/4 ഈക്വൽസ് 3 അല്ല, ഇവിടെ c/3 ആണല്ലോ. ഇങ്ങനെ കിട്ടിയല്ലോ. അപ്പോൾ ശരിക്കും എക്സാമിന് നിങ്ങൾ ഇത്രയും ചെറിയ വാല്യൂവിൻ്റെ LCM ഒന്നും നിങ്ങൾ അതായത് നിങ്ങൾ മുന്നോട്ട് പഠിച്ച് കുറച്ചുകൂടെ മുന്നോട്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചെറിയ വാല്യൂസിൻ്റെ LCM ഒന്നും എഴുതി ചെയ്യേണ്ട അവസ്ഥ വരരുത്. നിങ്ങൾക്ക് മൈൻഡിലുണ്ടാവണം ഇത്രയും ചെറിയ വാല്യൂസിൻ്റെ LCM എന്താണെന്ന് നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിവിടെ ഉണ്ട്. അപ്പോൾ 3 × 4 ആണ് 12 ആണ് വരുന്നതെന്ന് അതറിയാം. അപ്പോൾ ഈ സ്റ്റെപ്പ് നിങ്ങൾ എക്സാമിന് ഒഴിവാക്കണം. ഓക്കെ, ഈ സ്റ്റെപ്പ് നിങ്ങൾ എക്സാമിന് ഒഴിവാക്കുക. ഓക്കെ, അതുപോലെ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എക്സാമിന് ഒഴിവാക്കാം. എങ്ങനെ ഒഴിവാക്കാം? 12 ആണല്ലോ നമുക്ക് LCM കിട്ടി. അപ്പോൾ 12 ഇവിടെ താഴെ ഉണ്ട്. അപ്പം 2/12 എത്ര വരും? 6 ആണ് വരുന്നത്. കട്ട് ചെയ്യുമ്പോൾ താഴെ 6 വരും. a/6 എന്ന് ഡയറക്റ്റ് എഴുതുക. 3 ഇവിടെ 12 ഉണ്ടെങ്കിൽ 3/12 4 ആണ്. അപ്പം താഴെ 4 എഴുതുക. അങ്ങനെ ഇതേ രീതിയിൽ അതും മൈൻഡിൽ ചെയ്യണം കേട്ടോ, അത് മൈൻഡിൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വന്നല്ലോ. അപ്പോൾ a/b/c എന്താ വരുന്നത്? അങ്ങനെയാണെങ്കിൽ therefore a/b/c എന്ന് പറയുന്നത് ഏതാ? 6/4/3. 6/4/3. ക്ലിയർ ആണോ? ക്ലിയർ ആയല്ലോ? എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ഉടനെ എഴുതിയെടുത്ത് കഴിഞ്ഞെന്ന് പറയാം കേട്ടോ.
ഓക്കെ എഴുതി. ഓക്കെ ഓക്കെ ക്ലിയർ ആയി. ശരി ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 2/3a 2/3a ഈക്വൽ 3/4 ആയിരുന്നു ഇത്. ബട്ട് ഓപ്ഷനിലേക്ക് എഴുതി. ക്വസ്റ്റ്യൻ നമ്പർ 4 ആയിരുന്നു, അതിലെ ഓപ്ഷൻസ് തെറ്റാണ് കേട്ടോ. ഓക്കെ ഞാൻ നോക്കട്ടെ. 4 3 6:4:3 എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ കാവ്യ. കാവ്യ പറഞ്ഞത് താഴെ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 4 ആയിട്ട് ഇതുണ്ടായിരുന്നു. ഓക്കെ ശരിയാണ്, ക്വസ്റ്റ്യൻ നമ്പർ 4 ആയിട്ട് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അതിലെ ഓപ്ഷൻസ് തെറ്റാണല്ലോ എന്ന്. ഓക്കെ പക്ഷേ 6:4:3 എന്ന് പറയുന്ന ഓപ്ഷൻ ആണല്ലോ. ഓപ്ഷൻ നമ്പർ സി നോക്കിയോ? ഓപ്ഷൻ നമ്പർ സിയിൽ 6:4:3 അല്ലേ കിടക്കുന്നത്? അതല്ലേ നമ്മുടെ ആൻസർ? ഞാൻ അങ്ങനെയല്ലേ ചെയ്തത്? ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. 6:4:3 ഓപ്ഷൻ നമ്പർ സിയിൽ നോക്കണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് 2/3a ഈക്വൽ 3/4b 3/4b ഈക്വൽ 4/5c 4/5c. ഓക്കെ ആണെങ്കിൽ a:b:c എന്താണ്? അല്ല അതിനകത്ത് ആ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ a:b:c എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ ഇതുവരെ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യനും. അതായത് നമ്മൾ ഇതുവരെ ചെയ്തത് എന്താണ്? ന്യൂമറേറ്റേഴ്സിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ, ന്യൂമറേറ്റേഴ്സ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂമറേറ്റേഴ്സിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്താ ചെയ്തത്? ന്യൂമറേറ്റേഴ്സ് ആയിട്ടുള്ള വാല്യൂസിൻ്റെ LCM കണ്ടിട്ട് ആ LCM വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് ആ വാല്യൂസ് അങ്ങ് ഇല്ലാതാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ LCM ഏതിൻ്റെയൊക്കെയാണ് LCM നമുക്ക് എടുക്കേണ്ടത്? LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് 2, 3, 4 ഓൾറെഡി നമ്മൾ പറഞ്ഞു. LCM 12 ആണ് ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോവാണ്. ചെയ്യുന്ന സമയത്ത് 12 ഇവിടെ ഇൻറ്റു 12 ഇടുകയാണെന്ന് വെച്ചോ. ഓക്കെ ഞാൻ പെന്നില്ലാതെ ഒന്ന് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെൻ ഉപയോഗിച്ച് ചെയ്ത് കാണിക്കാം. ഓക്കെ ഇപ്പോൾ 2/12 ഇവിടെ 3 ഉണ്ട്, പിന്നെ ഇൻറ്റു 12 ഇവിടെ വരുമല്ലോ. ഓക്കെ അപ്പോൾ 2/12 എത്രയാണ്? താഴെ എത്ര വരും? 6 വരും. 6 × 3 9 വരും അല്ലേ? സോറി 6 × 3 18 അല്ലേ? 6 × 3 18. അപ്പോൾ a/18 ഈക്വൽ ഇനി 3/4 ഇൻറ്റു 12b 3, അതായത് 3/4 ഇവിടെ ഇൻറ്റു 12 വരും. ഓക്കെ അപ്പോൾ 3/12 ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടെ മുകളിൽ ബിയും താഴെ 4 × 4. അപ്പോൾ 4 × 4 എത്രയാണ്? 16. കാവ്യയുടെ എനിക്ക് 3:4:3 എന്ന് ആണ് ഓപ്ഷനിൽ കിടക്കുന്നത്. ആണോ? ക്വസ്റ്റ്യൻ നമ്പർ 4 ചിലപ്പം എനിക്ക് തോന്നുന്നത് അവർ ടൈപ്പ് ചെയ്ത സമയത്ത് എന്തെങ്കിലും, അതായത് ക്വസ്റ്റ്യൻ അതിനകത്ത് എൻ്റർ ചെയ്ത സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. ഞാൻ പക്ഷേ കൊടുത്ത ക്വസ്റ്റ്യനകത്ത് ഓപ്ഷൻ നമ്പർ സിയിൽ ഇതായിരുന്നു കേട്ടോ. ഓക്കെ 6 എന്നുള്ളത് ചിലപ്പം മിസ്പ്രിൻ്റ് ആയതായിരിക്കും, ഞാൻ ശ്രദ്ധിച്ചില്ല. ആണോ? അപ്പോൾ അത് ശരിയാ, സാറ് ചെക്ക് ചെയ്തു. ശരി, ഓപ്ഷൻ തെറ്റായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ടാണ് കൊടുത്തത്, ചെയ്തപ്പോൾ തെറ്റിപ്പോയതായിരിക്കും കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ അത് 3:4:3 എന്നാണ് കിടക്കുന്നത്. 6:4:3 ആയിരുന്നു വരേണ്ടത്. ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്തു. എന്താ? b/16 വന്നല്ലോ.
ഇനി അടുത്തത് എത്ര വരും? 4 കട്ട് ചെയ്യും 12 ആയിട്ട്, അപ്പോൾ താഴെ 3 വരും. അപ്പം C/5 × 3 15. ക്ലിയർ ആയോ? ഇങ്ങനെ ചെയ്യാവോ? മനസ്സിലായോ? ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ആൻസർ എന്ത് വരും? ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എക്സാം ഹാളിൽ പോയിട്ട് A/B/C എടുത്ത് പേപ്പറിനകത്ത് എഴുതാനൊന്നും നിൽക്കരുത്. നോക്കുക ഓപ്ഷനിൽ 18:6. ഇതിനെ ചെറുതാക്കാൻ പറ്റുമോ നോക്കുക. ആദ്യം ചെറുതാക്കാൻ പറ്റുന്ന വാല്യൂസ് ആണോ നോക്കുക. ഇതിനെ തമ്മിൽ ചെയ്യാം, പക്ഷേ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് തന്നെ വാല്യൂ. ഇപ്പോൾ A/B/C എന്താണ്? 18:16:15 ആണ് ആൻസർ. അപ്പം ഇതുണ്ടോ, എക്സാമിന് ഈ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ഇത്രയൊന്ന് ചെയ്താൽ മതി, ഇത്രയൊന്ന് എഴുതിയാൽ മതി. അതും നിങ്ങളുടെ നിങ്ങൾ ഗ്രാജുവലായിട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പ്രാക്ടീസ് ആകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇതും കൂടി നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യം വരത്തില്ല. കാരണം ഇപ്പം ഞാനിവിടെ എഴുതിയതാണ്. നമ്മൾ ഇതുപോലും ഇല്ലാതെ നമുക്ക് ഓപ്ഷനിൽ തന്നെ ചെയ്യാം. അപ്പം 2/12. അപ്പോൾ 12 ചെയ്യുമ്പോഴത്തേന് താഴെ 6 × 3 എത്ര വരും? 18 വരും. അപ്പോൾ 18 ആണ് ഫസ്റ്റ് നമ്പർ, നമ്മൾ മൈൻഡിൽ വെച്ചു. സെക്കൻഡ് 12/4, 3 യും 12 കൂടി കട്ട് ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ 4 × 4 16. അപ്പോൾ 18 ഉം 16 ഉം. പിന്നെ 4നെ 12 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 വന്നു. 3 × 5 15. അപ്പോൾ നമ്മളുടെ ആൻസേഴ്സ് വരുന്നത് 18, 16, 15. അപ്പോൾ അത് ഓപ്ഷൻ ഉണ്ടോ നോക്കുക. പെന്നിൻ്റെയും പേപ്പറിൻ്റെയും ആവശ്യമില്ല. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞത്? പെന്നും പേപ്പറും ഇല്ലാതെ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പിടികിട്ടിയോ? ഇത് എഴുതിയെടുത്ത് ഓക്കെ ആണെങ്കിൽ പറയാം. ഓക്കെ, ക്ലിയറായി. രഞ്ജിത്ത്, ശ്യാമ, ആർഷ, സഞ്ജന. ക്വസ്റ്റ്യനിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിന്നെ ആ ഇമേജിൽ പ്രസ് ചെയ്യുമ്പോൾ അതൊന്നുകൂടെ വലുതാകുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് എല്ലാ ടൈപ്പും നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളോട് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. A/B+C. ഒരുപാട് സ്പീഡിൽ പോയാൽ നിങ്ങൾക്കും അത് പിക്കപ്പ് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പറ്റിയെന്ന് വരില്ല. A/B+C 1:2. അടുത്തത് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇപ്പം. നമ്മൾ മാത്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CGL ക്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. C/A+B. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ. ഈ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. A/B+C equal 1:2. B/C+A equal 1:3. C/A+B equal dash question mark. ഓക്കെ, ഇത് നമ്മൾ ചെയ്യണം. ഇത് ലെങ്തി മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ എക്സാമിന് ഏറ്റവും ഷോർട്ടായിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾ നോക്കുക, ഇതിൻ്റെ സമ്മ് 1+2 ആണ്. 1+2 എത്ര വരും? ഇതിൻ്റെ സമ്മ് എത്ര വരുന്നുണ്ട്? 3 വരുന്നുണ്ട് അല്ലേ? 3 വരുന്നുണ്ട് അതിൻ്റെ സമ്മ്. അടുത്തതിൻ്റെ സമ്മോ 1. ഇതിൻ്റെ സമ്മ് എത്ര വരും?
സമ്മ് 3 വരുന്നു. ഓക്കെ, ഇതിൻ്റെ സം എത്ര വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും കൂടി സമ്മ് ഈക്വലായിട്ട് വരുന്നില്ല എങ്കിൽ, ഓക്കെ, ഈക്വലായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇൻറ്റു ചെയ്യുന്നത്? നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങൾ ഏത് ചാപ്റ്ററാണ്? നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ നമ്മൾ ഓൾജിബ്രയൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ എന്താ പറയുക, വേറൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, എന്താ പറയുന്നത്, പെട്ടെന്ന് എനിക്ക് വയൽ വരുന്നില്ല. നമ്മൾ ഈക്വലൈസ് ചെയ്യത്തില്ലേ, ഇങ്ങനെ ആഡ് ചെയ്യാനും മനുഷ്യൻ്റെ ചാപ്റ്റർ ഏതായിരുന്നു, പെട്ടെന്ന് മൈൻഡിലോട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സം എത്ര വരുന്നത്? 3 വരും. ഇതിൻ്റെ സം എത്രയാണ് വരുന്നത്? 4 വരും. ഓക്കെ, ഇതിനെ ഇൻറ്റു ചെയ്യാൻ വേണ്ടി നമ്മൾ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഈ 3 വെച്ചിട്ട് ഇതിനെയും ഈ 4 വെച്ച് ഈ റേഷ്യോയെ ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഈ 3 വെച്ചിട്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം, 4 വെച്ചിട്ട് ഇതിനെയും ഇൻറ്റു ചെയ്യണം. അപ്പം ഒരു വാല്യൂ വെച്ചിട്ട് ഒരു റേഷ്യോയെ ഇൻറ്റു ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ 2 സൈഡും, ഓക്കെ, അതിൻ്റെ 2 സൈഡും നമ്മൾ ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ 2 സൈഡും നമ്മൾ ഇൻറ്റു ചെയ്യണം. അതായത് റേഷ്യോ ഫസ്റ്റ് വാല്യൂവും സെക്കൻഡ് വാല്യൂവിനെ ഇൻറ്റു ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ 4 × 1 4, 4 × 2 എത്ര വരും? 8. ഓക്കെ, അതുപോലെ ഇത് ചെയ്യുക. 3 × 1 3, 3 × 3 9. ഓക്കെ, ഇപ്പം നോക്കിക്കോ, സമ്മ് നോക്കിക്കോ. 8 + 4 എത്രയാ? 12. 9 + 3 എത്രയാണ് വരുന്നത്? 12 വരുന്നു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? സം അങ്ങനെ നമ്മൾ ഈക്വലൈസ് ചെയ്യണം. ഓക്കെ, അത്രയും ക്ലിയർ ആയല്ലോ? ഇനി ഇതിനകത്ത് നോക്കിക്കോ, ഇപ്പോൾ ഈ റേഷ്യോ എങ്ങനെയാണ് കിടക്കുന്നത്? A is to B + C 8, B is to 3 is to C + A എന്ന് പറയുന്നത് 9. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ ഇനി ഇത് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇത് ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ പറഞ്ഞു സമ്മ് ഈക്വൽ ആകണം. അപ്പം ഇവിടെ ഒരു റേഷ്യോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെയും സമ്മ് ഇതിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കണം. ക്ലിയർ ആയോ? ഈ റേഷ്യോയുടെ, അതായത് ഈ റേഷ്യോയുടെ സം എത്ര വന്നിപ്പം? 12 വന്നു. ഓക്കെ, ഈ റേഷ്യോയുടെ സം എത്ര വന്നു? അതും 12 വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന റേഷ്യോയുടെ സമ്മ് എത്ര വരണം? 12 വരണം. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് നോക്കാം. സി നമുക്ക് അറിയത്തില്ല. അപ്പോൾ സി നമ്മളവിടെ നിർത്തുകയാണ്. എയും ബിയും നമുക്കറിയാം. എ എത്രയാ? 4. ഓക്കെ, പ്ലസ് ബി എത്രയാ? 3. ക്ലിയർ ആയോ? 4 + 3 എത്ര വരുന്നുണ്ട്? 7 ആണല്ലോ. അപ്പം 12 ആകാൻ വേണ്ടി 7ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 5. ഓക്കെ, 12 ആകാൻ വേണ്ടി 7ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 5. അപ്പം ഇതിൻ്റെ ആൻസർ, അതായത് C is to A + Bയുടെ ആൻസർ എത്രയാ? 5 is to 7. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടി പറയാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ തന്നു. A is to B + C = 1 is to 2. B is to C + A = 1 is to 3 തന്നു. ഇനി നമ്മളോട് ചോദിക്കുകയാണ് C is to A + B. C is to A + B എന്ന് പറയുന്ന അതിൻ്റെ റേഷ്യോ ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നിരിക്കുന്ന റേഷ്യോസ് ഏത് രണ്ടിൻ്റെയാണോ റേഷ്യോസ് തന്നിരിക്കുന്നത് അതിൻ്റെ ആ റേഷ്യോസിൻ്റെ സം എടുക്കുക. അപ്പോൾ 1 + 2 3 വന്നു, 1 + 3 4 വന്നു. അപ്പം നമ്മൾ നോക്കിയപ്പോൾ ഈ സംസ് ഡിഫറെൻ്റ് ആണ്, സംസ് ഈക്വൽ അല്ല. അപ്പോൾ സംസിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈക്വലൈസ് ചെയ്യണം. സംസിനെ ഈക്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻറ്റു ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ അതേ രീതിയിൽ ഈ 4 കൊണ്ട് മുകളിലത്തെ റേഷ്യോയും 3 കൊണ്ട് താഴത്തെ റേഷ്യോയും ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് പുതിയ വാല്യൂസ് കിട്ടി. ഇൻറ്റു ചെയ്യുമ്പോൾ രണ്ടിനെയും ഇൻറ്റു ചെയ്യണം, 2 വാല്യൂസിനെയും ഇൻറ്റു ചെയ്യണം. അപ്പം 4 × 1 4, 4 × 2 8, അതുപോലെ 3 × 1 3, 3 × 3 9 കിട്ടിയല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ സമ്മ് ചെയ്ത് നോക്കുക. 8 + 4 12 വന്നു, 9 + 3 12 വന്നു. ഓക്കെ ആണല്ലോ? അതുവരെ ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ C is to A + B ആണ്. C is to A + B ആണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ ആ റേഷ്യോയുടെ സമ്മും എന്ത് വരണം? 12 വരണം. ആ റേഷ്യോയുടെ സമ്മും 12 വരണം. അപ്പം നമ്മൾ 12 വരാൻ വേണ്ടിയിട്ട്, അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നത് C is to A + B തന്നിട്ടുണ്ട്. അപ്പോൾ A + Bയുടെ വാല്യൂ, എയുടെയും ബിയുടെയും വാല്യൂ നമുക്കറിയാം. എയുടെ വാല്യൂ 4 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ 4 + 3 നമ്മളിവിടെ എഴുതി. അപ്പം നമുക്കിനി C കണ്ടുപിടിക്കണം. ഓക്കെ, C കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ സമ്മെന്ന് പറയുന്നത് 12 വരണമെങ്കിൽ ഈ 4 + 3 7ൻ്റെ കൂടെ
5 ആഡ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പെട്ടെന്ന് എഴുതിയെടുത്തോ.